സിമ്പിൾ ഡ്രസ് ആണെങ്കിലും ചെറിയ ചില മിസ്റ്റേക്കുകളുണ്ട്. ആ ഒരു ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി സ്പോയിൽ ആയി പോയിട്ടുണ്ടാവും അല്ലെ നിങ്ങൾക്കും. എന്നാൽ സെയിം ഔട്ട്ഫിറ്റ് തന്നെ നിങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ലുക്ക് തന്നെ ഡിഫറെന്റ് ആകും. ഹായ് ഓൾ, വെൽക്കം ടു ഐറാ ഗ്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് ഔട്ട്ഫിറ്റ് മിസ്റ്റേക്സും അത് എങ്ങനെയൊക്കെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. സോ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ 1 by 1 ആയിട്ട് പറയാം. അതിന്റെ കൂടെ തന്നെ അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നും കൂടി പറഞ്ഞുതരാം. ഒന്നാമത് പറയാനുള്ളൊരു മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡ്രസ്സിന്റെ ഫിറ്റിങ് നിങ്ങളുടെ ബോഡി ടൈപ്പിന് അനുസരിച്ചിട്ടുള്ളതായിരിക്കണം. അതായത് ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, നല്ല ടൈറ്റുള്ള ഡ്രസ്സ് എടുക്കും, ഇല്ലെങ്കിൽ നല്ല ലൂസ് ഡ്രസ്സ് എടുക്കും. ഇത് രണ്ടും നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ ബോഡിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓവറായിട്ട് ടൈറ്റ് ആവരുത്, ഓവറായിട്ട് ലൂസും ആവരുത്. ബാലൻസ്ഡ് ഫിറ്റ് ആണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് മിസ്റ്റേക്ക് വരുന്നത് എവിടെയാണെന്നറിയോ? കളർ കോമ്പിനേഷന്റെ സമയത്ത്. അതായത് നിങ്ങൾ 2-3 കളേഴ്സ് ഒക്കെ ഒരുമിച്ചെടുത്തിട്ടാണ് ഒരു ഡ്രസ്സ് വേറെ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ആ സമയം ഈ ഒരു നമ്മൾ ചൂസ് ചെയ്യുന്ന കളേഴ്സ് കൂടി എന്തായിരിക്കണം? നല്ല അടിപൊളി മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ബോട്ടം എടുത്തു അതിനൊട്ടും മാച്ച് ആവാത്ത ഒരു ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടോട്ടൽ ലുക്കിനെ ഡള്ളാക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു ഔട്ട്ഫിറ്റ് കറക്റ്റ് ആവണമെങ്കിൽ അതിൽ കളർ കോമ്പിനേഷന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വൈറ്റ്, ബ്ലാക്ക്, ബീഗ് ഇത്തരം കളേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിന്റെ കൂടെ മാച്ച് ആയിട്ട് പോകുന്നതാണ്. സോ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക്, ബീഗ്, വൈറ്റ് ഇത്തരം കുറച്ച് പാൻസോ അല്ലെങ്കിൽ ടോപ്സോ ഒക്കെ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റിന്റെ കളർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ക്ലാസി ലുക്ക് തന്നെ തരും. തേർഡ് മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണിത്, ചൂസിങ് ഫുട്വെയർ. നിങ്ങൾ നിങ്ങളുടെ ഫുട്വെയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫുട്വെയർസ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ഫുട്വെയർസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റിന്റെ കൂടെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കംപ്ലീറ്റ് ലുക്കിനെ തന്നെ ബാധിക്കുന്നതായിരിക്കും. സോ ഹീൽസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നവരാണ്, അതാണ് വെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ കാഷ്വൽസ് ആണ് വെയർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് സ്നീക്കേഴ്സ് പെയർ ചെയ്യാം. പിന്നെ എത്നിക് ഔട്ട്ഫിറ്റ്സ് ആണ് വെയർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ സാൻഡൽസ് യൂസ് ചെയ്യാം. നാലാമത് പറയാനുള്ളത്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് നിങ്ങൾ വെയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു ബേസിക് ലുക്കാണ് തരുന്നത്. പക്ഷേ ഈ ഒരു പ്ലെയിൻ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ ഒരു ലെയറിങ് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ലെയറിങ് മീൻസ് അതായത് ഒരു സ്ട്രഗ് അല്ലെങ്കിൽ ജാക്കറ്റ്, ദുപ്പട്ട എന്തെങ്കിലും ഒന്നുകൂടി നിങ്ങൾ വെയർ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റിനെ എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ലെയറിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ലുക്ക് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്ലെയിൻ ഔട്ട്ഫിറ്റ്സ് വെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെയറിംഗ് ടിപ്പ് കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നെക്സ്റ്റ് മിസ്റ്റേക്സ്, ടു മെനി ആക്സസറീസ്. അതായത് നിങ്ങളൊരു ഡ്രസ്സ് വെയർ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഇയറിംഗ്സ് ഉണ്ട്, ചെയിൻസ് ഉണ്ട്, ബാംഗിൾസ് ഉണ്ട്, റിങ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ അതിന് മാച്ച് ആയിട്ടുള്ള എല്ലാ ആക്സസറീസും എടുത്തിട്ട് വെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് നിങ്ങൾ ആക്സസറീസ് വെയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ കംപ്ലീറ്റ് ലുക്കിനെ സ്പോയിൽ ആക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ എൻഹാൻസ് ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്. സോ മിനിമൽ ആയിട്ടുള്ള ആക്സസറീസ് മതി ഒരു അടിപൊളി ക്ലാസി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ചെറിയ ചില ടിപ്സ് മാത്രമാണ്. പക്ഷെ ഈ ഒരു ടിപ്സ് നിങ്ങൾ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ഒക്കെ വെയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങളുടെ ലുക്കിനെ തന്നെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു വീഡിയോയിൽ ഇത്രയും മിസ്റ്റേക്സുകളും അതിന്റെ കുറച്ച് കറക്റ്റ് ചെയ്യുന്ന വേസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ആ ഒരു നിങ്ങളുടെ ലുക്കിൽ തന്നെ ഉണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റ് ഐഡിയാസും സ്റ്റൈലിംഗ് ടിപ്സും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.